ഹായ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഭാഗം 1-ലെ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന പാഠഭാഗമാണ്. പാഠഭാഗം തുടങ്ങുന്നത് വീടിൻ്റെ തിണ്ണയിൽ മഴയും നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്തകളിലൂടെയാണ്. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. കുട്ടി വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴക്കാഴ്ചകൾ കാണുമ്പോൾ പക്ഷി ഒരു മരക്കൊമ്പിലിരുന്ന് മഴക്കാഴ്ച കാണുന്നതായിട്ടാണ് കുട്ടിയുടെ സങ്കല്പം. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ എന്നാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇഷ്ടമാകുന്നത്? മരക്കൊമ്പിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നത് കാണാൻ ഭംഗിയാണ്. മഴയുടെ ശബ്ദം കേൾക്കാൻ ഭംഗിയാണ്. മഴവെള്ളം മണ്ണിൽ മറയുന്നത് കാണാൻ ഭംഗിയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകുമെന്ന്? തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നതൊരു കവിതയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത. പി. മധുസൂദനൻ എന്ന വ്യക്തി എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാഭാഗമാണ്. ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് പി. മധുസൂദനൻ. വളയഞ്ചിറങ്ങര അരിമ്പാശ്ശേരി വീട്ടിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ. പി. പടനായരുടെയും ശാന്തയുടെയും മകനാണ്. ശ്രീമൂലനഗരം ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനുതകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ. പ്രപഞ്ചവും കാലവും, അതിനുമപ്പുറവുമെന്താണ്, മുക്കൂറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാൻ ഇവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇതിൽ ഭൂമി പാടുന്ന ശീലുകൾ എന്നതിൽ നിന്നെടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. നമുക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത വായിക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കൂറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ, രാത്രി പെറ്റ കുരുകുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കളെത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഇത്രയുമാണ് കവിതാഭാഗം കൊടുത്തിരിക്കുന്നത്. തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിൻ്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഇനി പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം വരച്ച് ചേർക്കുക. തുടർന്ന് പാഠഭാഗത്ത് 6 കളങ്ങൾ കൊടുത്തിട്ടുണ്ട്. കവിതയിൽ പറഞ്ഞിട്ടുള്ള പൂക്കൾ ആ 6 കളങ്ങളിലായി വരച്ച് ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. എത്രയെത്ര പൂക്കളെക്കുറിച്ചാണ് ആ കവിതയിൽ കൊടുത്തിരിക്കുന്നത്? മുക്കൂറ്റിപ്പൂവിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, പൂത്തുമ്പയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ജമന്തിപ്പൂവിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, കോളാമ്പിപ്പൂവിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, മുല്ലപ്പൂവിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, റോസാപ്പൂവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പൂക്കളുണ്ടല്ലോ.
തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കും പൂക്കളാകാം എന്ന ഒരു ഹെഡിംഗ് ആണ്. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. വീണ്ടും അടുത്ത ഹെഡിങ് ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. കവിത മൗനമായി വായിച്ച് ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലണം. അടുത്തതായി പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. അടുത്തൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പൂക്കളും നമ്മളും എന്ന ഹെഡിങ് ആണ്. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തുടർന്ന് പാഠഭാഗത്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന മനോപടം. നടുവിൽ കവിതയുടെ പേര്, കവിയെക്കുറിച്ച്, നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ, പ്രധാന ആശയങ്ങൾ, സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും, സമാന ആശയമുള്ള മറ്റു കവിതകളിലെ വരികൾ. ഇതാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ. തുടർന്ന് പാഠഭാഗത്ത് ഒരു ചുമർ പത്രിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കൂറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കണം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. തുടർന്ന് മലർമാല കോർക്കാം. പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലകളിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തൂ. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സുഗതകുമാരിയുടെ ഒരു കവിതയാണ്. ആ കവിത ഇങ്ങനെയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. കവിതാഭാഗം ഒന്നുകൂടെ വായിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. ഇത് സുഗതകുമാരി എഴുതിയ കവിതയാണ്. ഈ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മരങ്ങൾ നടുന്നതിൻ്റെ ആവശ്യകതയും കുറിച്ചൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത്. ഒരു നല്ലൊരു മരം നടുമ്പോൾ അതൊരു നല്ല നാളേക്ക് വേണ്ടിയുള്ളൊരു തുടക്കമാണ്. 100 കിളികൾക്കതൊരു ആശ്രയമാണ്. നമ്മളുടെ കൊച്ചുമക്കൾക്കും തുടർ തലമുറകൾക്കുമെല്ലാം അത് ഒരു സമ്പത്താണ് എന്നെല്ലാം സുഗതകുമാരി ആ കവിതയിലൂടെ പറയുന്നു. ഇത്രയുമാണ് ആ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് കാട്ടിലെ മഴ എന്ന അടുത്തൊരു പാഠഭാഗമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഭാഗം ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. ഓക്കെ, താങ്ക്സ്.